പാട്ടും നൃത്തവും ആഘോഷവുമായി വിനോദയാത്രയ്ക്ക് പോയതാണ് പാലക്കാട് കടമ്പുഴപ്പുറത്തു നിന്നുള്ള 40 അംഗ സംഘം. കുട്ടികളുടെ പരീക്ഷ കഴിഞ്ഞ് കർണാടകത്തിലെ ചിക്കമംഗളൂരിലേക്ക് കുടുംബസമേതമുള്ള യാത്ര. എന്നാൽ ഒരൊറ്റ നിമിഷം കൊണ്ടാണ് അവരുടെ ആനന്ദം കണ്ണീരായി മാറിയത്. വിനോദസഞ്ചാര സംഘത്തിലെ 15-കാരി ശ്രീനന്ദ കൂട്ടം തെറ്റിയെങ്കിലും അവൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയോടെ 4 ദിവസത്തോളം തിരച്ചിൽ നടത്തി. ഒടുവിൽ 1500 അടി താഴ്ചയിൽ നിന്ന് ആ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. ശ്രീനന്ദിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. ആ 15 മിനിറ്റിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നതിലാണ് ദുരൂഹത. ബാബ ബുഡാൻഗിരിയിലെ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപം ചൊവ്വാഴ്ച വൈകിട്ട് 5:30-യോടെയാണ് ശ്രീനന്ദയെ കാണാതായത്. പാലക്കാട് കടമ്പഴിപ്പുറത്തെ രമേശ് രോഹിണി ദമ്പതിമാരുടെ മകളാണ് ശ്രീനന്ദ. കുട്ടിയും മാതാപിതാക്കളും ഉൾപ്പെടെ 40 അംഗ സംഘമാണ് വിനോദയാത്രയ്ക്ക് എത്തിയിരുന്നത്. വൈകിട്ട് 5:20 വരെ കുട്ടി മാതാപിതാക്കളുടെ കൂടെയുണ്ടായിരുന്നു. പിന്നീട് പെട്ടെന്ന് കാണാതായി. 5:20 കുടുംബത്തോടൊപ്പം എടുത്ത ഫോട്ടോയിൽ കുട്ടി പിന്നിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ 5:35 എടുത്ത ഫോട്ടോകളിൽ കുട്ടിയെ കാണാനില്ല. 15 മിനിറ്റിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നത് ഇപ്പോഴും ദുരൂഹമാണ്. സംഘം തിരിച്ചിറങ്ങുന്നതിനിടയിലാണ് ഒരാളെ കാണാനില്ലെന്ന വിവരം അറിയുന്നത്. വെള്ളച്ചാട്ടത്തിൽ വീണെന്ന് ആദ്യം സംശയമുയർന്നെങ്കിലും തെരച്ചിലിന് ശേഷം പോലീസ് ഈ സാധ്യത തള്ളിയിരുന്നു. കുട്ടിയെ കാണാതായതിന് സമീപത്തെ വെള്ളച്ചാട്ടത്തിലും കുന്നിലും വ്യാപകമായ തെരച്ചിലാണ് നടന്നത്. കൊക്കകളിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയിട്ടും ഫലമുണ്ടായില്ല. ശ്രീനന്ദയെ കണ്ടെത്താനായി രൂപീകരിച്ച പ്രത്യേക ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുന്നതിനിടയിലാണ് ബാബ ബുഡാൻഗിരിക്ക് താഴെ ഹർഷനഗുപ്പയിൽ 1500 അടി താഴ്ചയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്.